നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനഃപൂർവ്വം നമ്മളെ ആരോ വഴിതെറ്റിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്റെ സംശയം മുഴുവൻ പവിത്രൻ സാറിനെ ആയിരുന്നു. ഇപ്പൊ തന്നെ സംശയം മാറിയോ? സംശയം മാറിയതല്ല. എന്തായാലും ഈ വീട്ടിൽ ആ കൊലയാളിക്ക് ഒരു സഹായിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പവിത്രൻ സാറിനെ സംശയിച്ചത്. അഭിനയിച്ച് ഫലിപ്പിക്കുന്ന കാര്യത്തില് പവ്യങ്ങളും ആന്റി ഒട്ടും പിന്നിലാന്ന് തനിക്ക് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. പക്ഷേ പവിത്രൻ സാറിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം എന്നെ ആകെ കൺഫ്യൂഷനിലാക്കുന്നു. ഇതിന് പിന്നിൽ മറ്റാരോ ആണെന്നൊരു തോന്നൽ ശക്തമാവുന്നു. ഒരുപക്ഷെ പവിത്രൻ സാറ് അങ്ങനെ ഒരാളുടെ സഹായി മാത്രം ആവാം. ഇനിയും നമുക്ക് നേരെ വരാൻ വേറെ ശത്രുക്കളുണ്ടോ? അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ബിസിനസ്സിൽ അച്ഛനുണ്ടായിരുന്ന ശത്രുക്കളെയും മിത്രങ്ങളെയും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പവ്യങ്കളിനാണല്ലോ. അത് മാത്രമല്ല, നമ്മുടെ ബന്ധുക്കളെ പോലും എല്ലാവരെയും എനിക്കറിയില്ല. പക്ഷേ പവ്യങ്കളിന് എല്ലാവരെയും അറിയാം. എനിക്ക് നമ്മുടെ ബന്ധുക്കളെ എല്ലാവരെയും ഒന്ന് കാണണം. എന്താ അതിനൊരു മാർഗം? അല്ല, എന്തിനാ അവരെല്ലാം കാണുന്ന? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്ത് കാര്യം? അവരെല്ലാരും ഒന്നും ഒരുമിച്ച് കാണാനൊന്നും സാധിക്കില്ല. ഇനി അങ്ങനെ കാണണമെങ്കിൽ വല്ല കുടുംബയോഗം വിളിച്ചു കൂട്ടണം. ആ സമയത്ത് എല്ലാരും വരും. എങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഒരു കുടുംബയോഗം വിളിക്കണം. അയ്യോ, അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അടുത്തും ദൂരെ ആയിട്ട് ഒരുപാട് ബന്ധുക്കളുണ്ട്. അവരെല്ലാം ഒരുമിച്ച് വിളിച്ചു കൂട്ടാൻ കുറച്ച് സമയം വേണം. അവരെല്ലാം എത്രയും വേഗം ഒരുമിച്ച് വിളിച്ചു കൂട്ടണ രൂപേഷേട്ടാ. ആ വരുന്ന ബന്ധുക്കളിൽ ഉണ്ടാകും നമ്മൾ അന്വേഷിക്കുന്ന അജ്ഞാതനായ ആ ശത്രു.